കൊടുങ്ങല്ലൂരിൽ വി.ആർ. സുനിൽകുമാർ വീണ്ടും LDF സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയേറി. കഴിഞ്ഞ ദിവസം ചേർന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് 3 ടേം മത്സരിച്ചവരെ ഒഴിവാക്കാനും സിറ്റിംഗ് MLA-മാരെ നിലനിർത്താനും തീരുമാനിച്ചതോടെയാണ് കൊടുങ്ങല്ലൂരിൽ സുനിൽകുമാർ വീണ്ടും മത്സരിക്കാൻ സാധ്യതയേറുന്നത്. കയ്പമംഗലത്ത് E.T. ടൈസണും മത്സരിച്ചേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള പ്രാഥമിക ചർച്ചകൾ CPI-യിൽ തുടങ്ങി. ഇന്നലെ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ 3 ടേം പൂർത്തിയാക്കിയവർക്ക് ഇനി മത്സരിക്കാൻ അവസരം നൽകേണ്ടെന്ന് തീരുമാനിച്ചു. ഇതോടെ 6 സിറ്റിംഗ് MLA-മാർ മത്സര രംഗത്തുണ്ടാകില്ലെന്ന് ഉറപ്പായി. E. ചന്ദ്രശേഖരൻ കാഞ്ഞങ്ങാട്, ചിറ്റയം ഗോപകുമാർ അടൂർ, E.K. വിജയൻ നാദാപുരം, G.S. ജയലാൽ ചാത്തന്നൂർ, P.S. സുപാൽ പുനലൂർ, V. ശശി ചിറയൻകീഴ് എന്നിവരാണ് 3 ടേം പൂർത്തിയാക്കിയത്. ഈ മണ്ഡലങ്ങളിലെല്ലാം പുതുമുഖങ്ങൾക്ക് അവസരം നൽകാനാണ് ഇന്ന് ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ പ്രാഥമിക ധാരണയായത്. അതേസമയം 4 സിറ്റിംഗ് മന്ത്രിമാർ വീണ്ടും ജനവിധി തേടാനും പാർട്ടി എക്സിക്യൂട്ടീവിൽ ധാരണയായിട്ടുണ്ട്. P. പ്രസാദ് ചേർത്തല, K. രാജൻ ഒല്ലൂർ, ചിഞ്ചുറാണി ചടയമംഗലം, G.R. അനിൽ നെടുമങ്ങാട് എന്നിവർ മത്സര രംഗത്തുണ്ടാകും. അങ്ങനെയെങ്കിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് അഡ്വക്കേറ്റ് വി.ആർ. സുനിൽകുമാറിനെ മാറ്റിയേക്കില്ല. കയ്പമംഗലത്തും E.T. ടൈസൺ തന്നെ ജനവിധി തേടിയേക്കും. മാർച്ച് 4-ന് വീണ്ടും എക്സിക്യൂട്ടീവ് ചേർന്ന ശേഷമാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്തുക. എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം സംസ്ഥാന കൗൺസിലും ചേർന്ന് അന്തിമ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കും. മീഡിയ ടൈം, മാള.